മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം 6ാം സീസണിന്റെ വിജയിയാരെന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു. കാലടി സ്വദേശിയും സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവുമായ ജിൻഡോയാണ് 6ാം സീസണിന്റെ വിജയി. അർജുനാണ് ഷോയുടെ ഫസ്റ്റ് റണ്ണറപ്പ്. ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടു. 50 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായി ജിൻഡോയ്ക്ക് ലഭിക്കുക. കപ്പ് നേടുമെന്ന് ഉറപ്പിച്ച് ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ. ആ ലക്ഷ്യം ഒടുവിൽ ജിൻഡോ കയ്യെത്തി പിടിച്ചിരിക്കുകയാണ്. വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ലാതെ ഷോയിലേക്ക് എത്തി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടും കണ്ടന്റുകൾ ഉണ്ടാക്കിയും ജനപ്രീതി നേടിയ മത്സരാർത്ഥിയാണ് ജിൻഡോ. ഫിസിക്കൽ ടാസ്കുകളിൽ മികവ് പുലർത്തിയും എന്റർടൈനർ എന്ന രീതിയിലുമൊക്കെയാണ് ജിൻഡോ കയ്യടി നേടിയത്. ജിൻഡോയുടെ ബിഗ് ബോസ് യാത്രയെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നതാകും ഉചിതം. ഷോ തുടങ്ങുന്ന സമയത്ത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവായ ജിൻഡോ പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ര പരിചിതമായൊരു പേരായിരുന്നില്ല. അതിനാൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തൻ്റേതായൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ജിൻഡോ ഏറെ ബുദ്ധിമുട്ടി. ആദ്യ ആഴ്ചയിലെ ജിൻഡോയുടെ പ്രകടനം വീടിനകത്തും പുറത്തും മണ്ടൻ എന്ന പരിഹാസമാണ് ജിൻഡോയ്ക്ക് നേടിക്കൊടുത്തത്. മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് സഹമത്സരാർത്ഥികൾ ജിൻഡോയ്ക്ക് മണ്ടൻ അവാർഡും നൽകി. ആദ്യ ആഴ്ച യമുനയ്ക്ക് നേരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ജിൻഡോയ്ക്ക് നെഗറ്റീവായി മാറി. സഹമത്സരാർത്ഥികൾ ചാർത്തിക്കൊടുത്ത ആ മണ്ടൻ അവാർഡ് ജിൻഡോയെ ഏറെ വിഷമിപ്പിച്ചു. അതിനെ ഒരു വാശിയായി കണ്ടായിരുന്നു ജിൻഡോയുടെ പിന്നീടുള്ള പ്രയാണം. രണ്ടാമത്തെ ആഴ്ച പവർ റൂമിൽ കയറിപ്പറ്റിയതും വാരാന്ത്യ എപ്പിസോഡിൽ അപ്സരയ്ക്കൊപ്പം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ച ഡാൻസും ജിൻഡോയിലെ എന്റർടൈനറെ അടയാളപ്പെടുത്തുകയായിരുന്നു. മൂന്നാമത്തെ ആഴ്ചയും പവർ റൂം അധികാരം ജിൻഡോ നിലനിർത്തി. ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയ ആഴ്ചകളായിരുന്നു അതെല്ലാം. ജിൻഡോയുടെ ഫാൻ ബേസ് വർദ്ധിക്കാനും ഇതെല്ലാം കാരണമായി. അതിനുശേഷം അങ്ങോട്ട് ആർക്കും പ്രവചിക്കാനാവാത്ത രീതിയിലായിരുന്നു ജിൻഡോയുടെ നീക്കങ്ങൾ. ജിൻഡോയുടെ ഗെയിം പ്ലാനിനെയും പ്രവചനാതീതമായ സ്വഭാവത്തെയും കുറിച്ച് ഏറ്റവും കൃത്യമായ പരാമർശം ഹൗസിനകത്ത് നടത്തിയത് നോറയാണ്. ചിലപ്പോൾ അമ്പി, ചിലപ്പോൾ റമോ, ചിലപ്പോൾ അന്യൻ. ജിൻഡോയുടെ പ്രകൃതത്തെക്കുറിച്ച് നോറയുടെ വിലയിരുത്തൽ ഇതായിരുന്നു. അത് ഏറെക്കുറെ സത്യമാണെന്ന് ജിൻഡോയുടെ ഗെയിം കൃത്യമായി നിരീക്ഷിച്ചവർക്കും മനസ്സിലാവും. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ജിൻഡോ പലപ്പോഴും വീടിനകത്ത് പയറ്റിയിട്ടുണ്ട്. താനിവിടെ ഒറ്റയ്ക്കാണെന്നും ആരും പിന്തുണയ്ക്കാൻ ഇല്ലെന്നും ജിൻഡോ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് നല്ലൊരു വിഭാഗം പ്രേക്ഷകരുടെ സഹതാപം നേടിയെടുത്തു. പലപ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ടുള്ള ഒരു ഗെയിം പ്ലാനാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ പയറ്റിയത്. സഹമത്സരാർത്ഥികളുടെ ഏറ്റവും നെഗറ്റീവായതോ വൾണറബിൾ ആയതോ ആയ കാര്യങ്ങൾ വാഗ്വാദത്തിലേക്ക് എടുത്തിട്ട് അവരെ അപഹാസ്യരാക്കുന്ന രീതിയാണ് ജിൻഡോ പിന്തുടർന്നത്. ജിൻഡോയുടെ ആ ഗെയിം പ്ലാനിന് എപ്പോഴും ഇരയാവേണ്ടി വന്നവരാണ് ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, നോറ തുടങ്ങിയവർ. ജാസ്മിൻ ഗബ്രി കോംബോ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ നെഗറ്റീവ് ആകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജിൻഡോ അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. അതോടെ അന്തിമ യുദ്ധം ജിൻഡോയും ജാസ്മിനും തമ്മിലായി. എന്നാൽ അവസാന ഘട്ടത്തിൽ ജിൻഡോയ്ക്ക് എതിരാളിയായി അർജുൻ ഉയർന്നു വരികയായിരുന്നു. ഫിനാലെ വീക്കിലെ വോട്ടെടുപ്പിൽ കടുത്ത മത്സരം ജിൻഡോയ്ക്ക് നേരിടേണ്ടി വന്നതും അർജുനുമായിട്ടാണ്. ഫിസിക്കൽ ടാസ്കുകളിൽ മറ്റും ജിൻഡോ പുലർത്തിയിരുന്ന അപ്രമാദിത്യം ബ്രേക്ക് ചെയ്തതും മത്സരാർത്ഥികളായ അർജുനും അഭിഷേകുമാണ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലും 4ാം സ്ഥാനം കൊണ്ട് ജിൻഡോയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. തുടർന്നു വന്ന പരകായ പ്രവേശം ടാസ്കിലെ പെർഫോമൻസ് അർജുന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചതും ജിൻഡോയ്ക്ക് വെല്ലുവിളി ഉയർത്തി. നന്നായി പണിയെടുത്തും കഷ്ടപ്പെട്ടും തന്നെയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ ഇത്രനാളും സർവൈവ് ചെയ്തത്. കണ്ടന്റ് മേക്കർ, എന്റർടൈനർ എന്നീ നിലകളിൽ തിളങ്ങുമ്പോഴും ഒരുപാട് നെഗറ്റീവ് വശമുള്ള മത്സരാർത്ഥി കൂടിയാണ് ജിൻഡോ. കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാനുള്ള കഴിവില്ലായ്മ, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത സംസാരം, സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ, വ്യക്തി എന്ന രീതിയിലുള്ള ചില തരംതാഴ്ന്ന സമീപനങ്ങൾ എന്നിവയൊക്കെയാണ് ജിൻഡോയുടെ പ്രധാന നെഗറ്റീവുകൾ. എന്നിരുന്നാലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ബിഗ് ബോസ് വിജയകിരീടം ചൂടിയിരിക്കുകയാണ് ജിൻഡോ. ബിഗ് ബോസ് വിജയിക്കുള്ള കപ്പും 50 ലക്ഷമെന്ന സമ്മാനത്തുകയും മാത്രമല്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒട്ടുമില്ലാത്ത മത്സരാർത്ഥിയായെത്തിയ ജിൻഡോ വലിയൊരു ആരാധക വൃന്ദത്തെ കൂടി സ്വന്തമാക്കിയാണ് ഷോയിൽ നിന്നും മടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടാതെ ബിഗ് ബോസ് സീസൺ 6നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.